ഇന്ത്യക്ക് ബമ്പർ അടിച്ചു എന്ന് കേട്ടു. അതിന് കൂട്ടത്തില് രാഹുൽ ഗാന്ധിക്ക് ശരിക്കും കിട്ടിയെന്നും കേൾക്കുന്നുണ്ടല്ലോ. ശരിക്ക് കിട്ടി. എനിക്ക് അതിലാണ് ഇത്തിരി സന്തോഷമുള്ളത്. കാരണം യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അവര് നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥികളാണ്. അതിനിടയിൽ നമ്മുടെ ഈ യുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ഡീലിങ്സ് നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഉർസുല വോൺ ഡെർ ലൈൻ അവർ പറഞ്ഞിരിക്കുന്നത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ്. അതായത് യുവും ഇന്ത്യയും തമ്മിലുള്ള ആ എഗ്രിമെന്റിനെ അവർ വിശേഷിപ്പിച്ചതാണ് മദർ ഓഫ് ഓൾ ഡീൽസ്. അതായത് എല്ലാ ഇടപാടുകളുടെയും മാതാവ് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ പറയുമ്പോൾ എന്താണ് പ്രിയ, ഭാരതം എല്ലാ തരത്തിലുമുള്ള ഡീലുകളുടെയും മാതാവായി മാറുകയാണ്. അതായത് വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയുടെ നിലപാടുകൾ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് എല്ലാവർക്കും അസൂയാവഹമായ രീതിയിലുള്ളതാണ് എന്ന് പറയുമ്പോൾ അവിടെ കരണത്തടി ശരിക്കും രാഹുലിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. ഇവർ പറഞ്ഞിട്ടുള്ള ഈ വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടു. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇന്ത്യ ഡെഡ് എക്കോണമി അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയാണ്. നാട് നീളെ നടന്നുകൊണ്ട് വിദേശ രാജ്യങ്ങൾ മുഴുവൻ നടന്നുകൊണ്ട് ഇന്ത്യ ഇതുമാതിരി കുറ്റം പറയുന്ന ഒരു തോന്നിയാസി വേറെ ഉണ്ടാകില്ല, എന്നിട്ട് ഇവിടെ വന്നുകൊണ്ട് സ്വസ്ഥമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ അതിനിടയിലല്ലേ ഇത്തരത്തിലുള്ള കരാറുകൾ വരുന്നത്. ഇപ്പോൾ വ്യാപാര കരാർ മാത്രമല്ല വരുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അവരുമായിട്ടുള്ള അതായത് ഈ പറയുന്ന യൂറോപ്യൻ യൂണിയന്റെ ഒരു പ്രതിരോധ പ്രോഗ്രാമുണ്ട്. സേഫ് എന്നാണ് അതിനെ പറയുന്നത്. യൂറോപ്പിന്റെ പ്രത്യേക ഫണ്ടാണ്. ആ ഫണ്ടിൽ 150 ബില്യൺ യൂറോയുടെ ഫണ്ടാണ്. ഇതിൽ യൂറോപ്യൻ യൂണിയൻ്റെതല്ലാത്ത ഒരു രാജ്യം കടന്നു കയറിയിരിക്കുന്നു. അത് ഇന്ത്യയാണ്. അഭിമാനമുള്ള കാര്യമല്ലേ? മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന് ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു ഫണ്ട് എന്താ പറയുക, ആ ഫണ്ട് അവകാശപ്പെടുന്നതിലേക്ക് പങ്കുവയ്ക്കുന്നതിലേക്കൊക്കെ കയറിക്കൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർ നമ്മളെ അത്രത്തോളം മതിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച, അതായത് ഇനി വരുന്ന കാലഘട്ടം മുഴുവനും ഇന്ത്യയുടേതാണ് എന്നുകൂടി അവർ പറയുന്നുണ്ട്. അപ്പോഴല്ലേ നമ്മൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ ഓർക്കുന്നതും. അപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞിട്ടുള്ള പോസ്റ്റിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്ന് പ്രിയന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും നമുക്കത് പറയാൻ കഴിയില്ല. കാരണം ഇത്രത്തോളം നമ്മുടെ രാജ്യത്തിനെതിരെ പ്രസംഗിക്കുന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ടാകില്ല. ഈ പറയുന്ന രാഹുൽ ഗാന്ധി എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ രാജ്യത്തിനെ കടന്നാക്കണം. നമ്മുടെ രാജ്യം വളരെ അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ടുള്ള വിദ്വാനാണ്. അതും നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ടും അല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ തമ്മിൽ ഒരു മത്സരമുണ്ട്. രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്, രാഹുൽ ഗാന്ധിയോട് മത്സരിക്കുക. അതായത് ഏറ്റവും കൂടുതൽ മണ്ടത്തരങ്ങളാണോ ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധ പരാമർശങ്ങളാണോ രാഹുൽ ഗാന്ധി നടത്തുന്നുള്ള കാര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ രാഹുൽ ഗാന്ധിയോട് മത്സരിക്കുകയാണ്. ശരിയാണ് പറഞ്ഞിട്ടുള്ളത്. രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്നെ സംബന്ധിച്ച് ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ജിയോ പൊളിറ്റിക്സ് എന്നും മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ എത്രയൊക്കെ മാറുമ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത്, എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഭാരതം എന്ന് പറയാനാണ്. ഭാരതം എന്ന് പറയുന്നത് എപ്പോഴും നിലപാടുകളുടെ രാജകുമാരനെ അല്ലെങ്കിൽ രാജകുമാരി എന്നൊക്കെ പറയാവുന്ന തരത്തിലാണ്. ഇന്ത്യയുടെ നിലപാടിന് വേണ്ടി, ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡിന് വേണ്ടി ഇന്ന് രാജ്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ ഇക്കോണമി അത്രത്തോളം വലുതാണ്, സുപ്രധാനമാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് 140 കോടി ആളുകളെ എല്ലാവരും വിലമതിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ എന്തും വാങ്ങാൻ ശേഷിയുള്ള ആളുകളുണ്ട്. ഏത് തരത്തിലുള്ള സാധനങ്ങൾ വേണമെങ്കിലും വിറ്റഴിക്കപ്പെടാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗുണം കിട്ടുന്നത് ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യയിലേക്ക് ഇപ്പോൾ മെഴ്സിഡീസ് ബെൻസ്, BMW, ഫോക്സ് വാഗൺ തുടങ്ങിയവയുടെയൊക്കെ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ, അത് കാറുകളെല്ലാം വാഹനങ്ങൾ വരുമ്പോൾ അതിന് വലിയ നികുതി ഈടാക്കുന്നുണ്ടായിരുന്നു. ഇനി മുതൽ അതുണ്ടാകില്ല. നേരെ തിരിച്ചു തന്നെയാണ്. അങ്ങോട്ടേക്ക് കയറ്റി അയക്കുന്നതിലും നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ വിപണി ഉണർന്നു വരികയാണ്.
കുറച്ചുകൂടെ നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ഇത് വലിയ രീതിയിലുള്ള ഒരു നാഴികക്കല്ലായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ ഇന്ത്യയുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്. പലരും ഏർപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിൽ താരിഫിന്റെ വിഷയം വരുന്നുണ്ട്. നമ്മളെ എപ്പോഴെങ്കിലും താരിഫിന്റെ വിഷയം ബാധിച്ചു എന്ന് ചോദിച്ചാൽ ഇത് തുടക്കത്തിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഒരു ചെറിയ ജെർക്കിങ് നമുക്ക് സംഭവിച്ചു. പക്ഷെ നമ്മൾ മറ്റു വഴികൾ തേടി, വഴികൾ തേടി. ഇന്ത്യ ശങ്കിച്ചു നിന്നില്ല. പണ്ടത്തെ ഇന്ത്യ ആയിരുന്നുവെങ്കിൽ, പണ്ടത്തെ ഭാരതമായിരുന്നുവെങ്കിൽ അവിടെ ഒരു ആശങ്ക ഉണ്ടാകും. ഉടനെ പോയി അമേരിക്കയുടെ കാലിൽ വീണുകൊണ്ട് അയ്യോ ചേട്ടാ ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിന്നോളാം എന്ന് റാൻ മൂളാനായിട്ടുള്ള നട്ടെല്ലിന് വളവുള്ള ഭരണാധികാരികൾ ഉണ്ടാകുമായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് അമേരിക്കയ്ക്ക് പോലും ഇന്ത്യയെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അമേരിക്ക ഒരു തരത്തിൽ പിന്നെ ഇങ്ങനെ കുത്തി ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും എന്നാൽ ഇന്ത്യ വേണ്ട, ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡിന് ഞങ്ങളില്ല എന്ന് പറയാനുള്ള ഒരു നിലപാടെടുക്കാൻ ട്രംപിന് ഇപ്പോഴും കഴിയുന്നില്ല. പല വിദ്വാൻമാരും ഇവിടെ നിന്ന് പറയുന്നുണ്ട്, പല വാർത്തകളും റിപ്പോർട്ടുകളും വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അവസാനം അമേരിക്കയോട് സന്ധി ചെയ്യേണ്ടി വരും. എവിടെയാണ് ഇന്ത്യ സന്ധി ചെയ്യേണ്ടി വരുന്നത്? ഇപ്പൊ 25% താരിഫ് കുറയ്ക്കാൻ പോവുകയാണ് അമേരിക്ക ഇന്ത്യക്ക് വേണ്ടി. കാരണം അമേരിക്കയ്ക്ക് മനസ്സിലായി ഇന്ത്യയുടെ സഹകരണം ഇല്ലെങ്കിൽ അമേരിക്ക തകരും. അത് മനസ്സിലാക്കാൻ മൂളയില്ലാത്തവര് നമ്മുടെ രാജ്യത്തുമുണ്ട്. അങ്ങനെയാണ് എന്ന് വിശ്വസിക്കാൻ താല്പര്യമുള്ള ചില കാലുനക്കികൾ ഒക്കെ ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്ക് അനുസൃതമായിട്ട് പോകണം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ നമ്മുടെ രാജ്യം മുന്നേറണം എന്ന് പറയുന്നതാണ്. പല പ്രശ്നങ്ങളും വന്നപ്പോൾ നമ്മൾ തുർക്കിയുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിച്ചു. നമ്മുടെ പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ല, നമ്മുടെ ഭരണകൂടം ഒന്നും പറഞ്ഞില്ല. ഒരു മന്ത്രിയും, ഒരു കേന്ദ്രമന്ത്രിയും, ഒരു ഡിപ്ലോമാറ്റും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും പറഞ്ഞില്ല. പക്ഷേ ഭാരതത്തിലെ ഓരോ ഭാരതീയനും തീരുമാനമെടുത്ത നിമിഷങ്ങളായിരുന്നു അത്. പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, നിങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ അങ്ങോട്ടേക്ക് കയറ്റി അയച്ചില്ലെങ്കിലും ഞങ്ങൾ ജീവിച്ചു പോകും, ഞങ്ങൾക്ക് അതിനുള്ള വഴിയുണ്ട്, ഞങ്ങൾ തന്നെ വലിയ വിപണിയാണ്, ഞങ്ങളെ അങ്ങനെയൊന്നും കാണിച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അവർക്ക് മുന്നിൽ നമ്മളാണ് വാതിലടച്ചത്. അവർക്ക് നേരെ തിരിച്ച് വലിയ രീതിയിൽ ടൂറിസം വിപണിയിലെല്ലാം രംഗത്ത് മുഴുവനും വലിയ രീതിയിലൊരു തിരിച്ചടി ഉണ്ടായി. ഈ തിരിച്ചടി ഒന്നും പറയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ ആ മനുഷ്യന്റെ നാക്കുകൾ ബന്ധിച്ചിരിക്കുകയാണ്. ആരാണ്? വിദേശ ശക്തികൾ ബന്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൂടിയാണ് എനിക്കിത് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നത്. രാഹുലിനെ 4 ചീത്ത പറയാൻ പറ്റുമോ എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമാണ്. ചെറിയ കുട്ടികളോട് ചോദിക്കുമ്പോൾ പോലും ഇപ്പം പറയും, രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ ആദ്യം പറയും പപ്പു എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മനുഷ്യന്റെ, ഒരു പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്ന്, മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് പോലും നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാമോ എന്നുള്ളത് അറിയില്ല. കോൺഗ്രസ് നേതാക്കൾ പോലും ഈ ഡെഡ് എക്കോണമിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞു നിന്നു രാഹുൽ ഗാന്ധിക്ക് നേരെ. അത് മാറ്റി പറയേണ്ടി വന്നു. എന്തൊരു നാണക്കേടാണ്! ഓരോ തവണയും ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കുക, എന്നിട്ട് കോടതിയിൽ ചെന്നിരുന്ന മാപ്പ്, ലേലു അല്ലു. ഇത് പറയാൻ ഈ മനുഷ്യന് യാതൊരു നാണവുമില്ല. ഒരു ഉളുപ്പ് നമ്മൾ ചോദിക്കില്ലേ, ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ എന്ന് ചോദിക്കുന്നത് പോലെ അങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 150 ബില്യൺ യൂറോയോട് വരുന്ന ആ ഒരു സേഫ് പ്രോഗ്രാമിലേക്ക് കൂടി ഇന്ത്യ കടന്നു കയറിയിരിക്കുകയാണ്. ഇന്ത്യക്ക് പ്രതിരോധ രംഗത്ത് കൂടി വലിയ രീതിയിലുള്ള, അതായത് ഇന്റലിജൻസ് രംഗത്തും ഒക്കെ അവർക്ക് കൈമാറാൻ കഴിയുന്ന തരത്തിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തിലൂടെ നടപ്പാക്കാൻ പോവുകയാണ്. വ്യാപാര കരാർ മാത്രമല്ല, അപ്പോൾ ഏതാണ്ട് 27 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ഇറങ്ങുമ്പോൾ അതൊരു വലിയ മാറ്റത്തിന് തന്നെയാണ് വഴി തുറക്കുന്നത്.